മോന്ത ചുഴലിക്കാറ്റ് ആന്ധ്രയിൽ കരതൊട്ടു. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൽ രാത്രിയാത്രയ്ക്കുൾപ്പെടെ നിരോധനവും വലിയ കരുതലും ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ്. KP ശ്രീധരൻ, ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? സാഹചര്യം എത്രത്തോളം വഷളാകും എന്നതാണ് കാലാവസ്ഥാ പ്രഡിക്ഷൻ? രതീഷ, ലാൻഡ് ഫാളിംഗ് പ്രോസസ്, അതായത് കരയിലേക്ക് പ്രവേശിക്കുന്ന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ഒരു 3 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായിട്ടും കരയിലേക്ക് പ്രവേശിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. അതായത് കടലിൽ നിന്ന് കരയിലേക്കുള്ള കാറ്റിന്റെ വേഗം 15 കിലോമീറ്റർ വേഗതയിൽ കരയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യഭാഗം കേന്ദ്രബിന്ദു കരയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും കാറ്റ് കരയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാം. ഇതിന് 3 മുതൽ 4 മണി എടുക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും കാറ്റിന്റെ പ്രഭാവം ആന്ധ്രാ തീരത്ത് കാര്യമായി തന്നെ ഉണ്ട്. ഇന്നലെ മുതൽ തന്നെ കനത്ത മഴയാണ് ആന്ധ്രാ തീരത്ത് പെയ്യുന്നത്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണൊക്കെ വലിയ അപകടം ഉണ്ടാകുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ആന്ധ്രാ തീരമുള്ളത്. 25ഓളം കമ്പനി ദേശീയ ദുരന്ത നിവാരണ സേനയെ വിവിധ ഇടങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. 12 കമ്പനിയെ കരുതലായിട്ടും സജ്ജമാക്കി ഉയർത്തിയിട്ടുണ്ട്. മരങ്ങൾ വലിയ കാറ്റിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നതാണ് വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തീരദേശ ജില്ലകളിൽ കൂടിയുള്ള തെക്ക് ഈസ്റ്റ് ഗോദാവരി, കൃഷ്ണ, അതുപോലെ തന്നെ അല്ലൂരി സീതാരാമരാജു, അംബേദ്കർ, കോനസീമ തുടങ്ങിയ ജില്ലകളിലൂടെയുള്ള രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പലയിടത്ത് നിന്നും വെള്ളം കയറിയതിന്റെ, ഇപ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീണതിന്റെ, പ്രക്ഷുബ്ധമായ കാലാവസ്ഥ അന്തരീക്ഷത്തിന്റെ ഒക്കെ ദൃശ്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഇതിനകം എത്രത്തോളം വലിയ നാശനഷ്ടം ഉണ്ടായി, ആളുകളെ എത്ര പേരെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ ആന്ധ്ര സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ടോ? 3000ഓളം ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ ക്യാമ്പുകൾ സജ്ജമായി. ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3800ഓളം ഗ്രാമങ്ങളെ ഈ മോന്ത ചുഴലിക്കാറ്റ് ബാധിക്കുമെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തു നിന്നുള്ള ആളുകളെ എല്ലാം തന്നെ റിസ്ക് എടുക്കാതെ ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇതിനോടകം. ഏതായാലും അനിഷ്ട സംഭവങ്ങൾ പരമാവധി ജീവഹാനിയൊക്കെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. നിരവധി ആളുകൾ, 10000കണക്കിന് ആളുകളെ മാറ്റിയെന്നാണ് അവസാനമായി ആന്ധ്രാപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അതായത് സമീപകാലത്തുണ്ടായ കരയിലേക്ക് കയറുന്തോറും 110 കിലോമീറ്റർ വേഗതയിൽ വീശും എന്നാണ്, മോന്ത ചുഴലിക്കാറ്റ് വീശുമെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ കാറ്റിന്റെ വേഗം വളരെ അധികമാണ്. ഇത് പിന്നീട് ഒഡീഷ തീരത്തേക്ക് കൂടി പോകും. അതുകൊണ്ട് ഒഡീഷയുടെ തെക്കൻ ജില്ലകൾ, ആന്ധ്രാപ്രദേശിലെ ഏതാണ്ട് 23 ജില്ലകൾ, അതുപോലെ തമിഴ്നാട് തീരത്ത്, പുതുച്ചേരി തീരം, ഇവിടങ്ങളിലൊക്കെ കനത്ത ജാഗ്രതയുണ്ട്. ഇതിന്റെ പ്രഭാവം കേരളത്തിലും മഴയ്ക്ക് ആകുന്നുണ്ട്. അതുപോലെ ഛത്തീസ്ഗഡിലും ഈ കാറ്റിന്റെ പ്രഭാവത്തെ തുടർന്ന് കനത്ത മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം. നിലവിലേതായാലും ആന്ധ്രയുടെ പല ഭാഗത്ത്, വിശാഖപട്ടണത്ത് പോലും കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ ഒരു ദിവസത്തെ കണക്കെടുത്താൽ 190ഓളം മില്ലിമീറ്റർ മഴ, ഏതാണ്ട് 19 സെന്റിമീറ്ററോളം മഴ പെയ്തിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി മഴ തുടരുന്നു. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാവാനുള്ള സാധ്യതയുണ്ട്. പലയിടത്തും ഇതിനോടകം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകളെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അനിഷ്ടമായ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാത്രിയാത്രാ നിരോധനമൊക്കെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പലയിടത്തും ഇന്ന് പകൽ കനത്ത കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകിയ അവസ്ഥയൊക്കെയുണ്ട്. ഏതായാലും 4 മണിക്കൂർ കൊണ്ട് തന്നെ കാറ്റ് പൂർണ്ണമായും കരയിലേക്ക് 4 മണിക്കൂർ കൊണ്ട് കാറ്റ് കരയിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരും എന്നാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രവചനം. തായ്ലൻഡാണ് മോന്ത. അത്തരം വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ പങ്കുവച്ചതാണ്. സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് മോന്തയുടെ അർത്ഥമെങ്കിലും അത്ര സുഖകരമായ അന്തരീക്ഷമല്ല ഇപ്പോൾ ആന്ധ്ര, ഒഡീഷ ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ. തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ ഈ തീരങ്ങളിലാണ് പ്രധാനമായും ഈ കാറ്റ് വലിയ നാശം വിതയ്ക്കുക എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉള്ളതാണ്. ഈ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും മഴയ്ക്കും കാലാവസ്ഥാ പ്രക്ഷുബ്ധതയ്ക്കും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആന്ധ്രയിലാണ് വലിയ കരുതൽ ഈ മണിക്കൂറുകളിൽ ഉള്ളത്. ഏതായാലും അതിൻ്റെ പ്രഭവ കേന്ദ്രം, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്, അതിൻ്റെ നടുഭാഗം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അത് കരയിലേക്ക് എത്തുകയാണ്. കര തൊട്ടിട്ടുണ്ട് ഇപ്പോൾ മോന്ത ചുഴലിക്കാറ്റ്.